ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനായി ഞാനിവിടെ ഒരു 4 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. മുട്ട പുഴുങ്ങാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് ഈ മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ചേർക്കുന്നത് ഈ മുട്ട നമുക്ക് പൊട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ മുട്ട നമുക്ക് പൊട്ടാതെ കിട്ടും. ഇനി ഇത് പുഴുങ്ങിയെടുക്കാം. മുട്ട ഞാനൊരു 20 മിനിറ്റ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ശരിയായിട്ടുണ്ട്. ഇനി അതിനെ എടുത്തിട്ട് ഓരോരോ മുട്ടയായി എടുത്തിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇടാം. തണുത്ത വെള്ളത്തിലിടുന്നത് ഇത് പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തോട് പൊളിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും. ഓരോന്നായി എടുത്ത് തണുത്ത വെള്ളത്തിലിടാം. ഇതിനി തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഈ മുട്ട റോസ്റ്റ് തയ്യാറാക്കാനായി ചെയ്യേണ്ടത്, അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഒരു സ്പൂണ് പെരുംജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 8 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞ് വെച്ചത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ഒരു 2 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പെരുംജീരകം, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ഇതിട്ടതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 മീഡിയം സൈസ് സവാള എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് സവാള പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടും. ഇതിലേക്ക് ഒരു 2 അല്ലി കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായി വഴന്ന് വന്നാലേ ഈ മുട്ട റോസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി വഴന്ന് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം, എന്നിട്ട് പൊടികൾ ചേർക്കണം. ഇനി പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇതിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി ഒരു സ്പൂണ് മുളക് പൊടി. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കണം. പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു സ്പൂണ് ഇറച്ചി മസാലപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റുക. അതിൻ്റെ ഒരു കുത്തൽ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം.
പൊടികളെ ഒരു പച്ചമണം മാറുന്നവരെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചതാണിത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തക്കാളി വെന്തൊടിയുന്നവരെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഈ ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കണം, കറക്റ്റാണോ എന്ന്. പിന്നെ ഒരു നുള്ള് ഗരം മസാലപ്പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ആദ്യം ചേർക്കാൻ പാടില്ല, ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഗരം മസാലപ്പൊടി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ മൂടി വെച്ചിട്ട് വേവിക്കാം. തക്കാളിയൊക്കെ നന്നായി ഒന്ന് വെന്തുടയണം. മസാല റെഡിയാകുന്നപ്പോഴേക്ക് നമുക്ക് മുട്ട തോടൊക്കെ കളഞ്ഞ് റെഡിയാക്കാം. ഇവിടെ തണുക്കാൻ വെച്ച ഈ മുട്ട തോടൊക്കെ കളഞ്ഞ് റെഡിയാക്കിയെടുക്കാം. നമുക്ക് ഈ മസാല റെഡിയായിനോ നോക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ച മുട്ട ഇടാം. ഇതുപോലെ റെഡിയാക്കി വെച്ച ഈ മുട്ട ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞെടുക്കണം. ഈ മസാലയൊക്കെ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വരഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞെടുക്കണം. ഇതുപോലെ കണ്ടോ, ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ വരഞ്ഞെടുക്കണം. ഇനി ഇത് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ ഇതിൻ്റെ മുകളിലേക്കാക്കി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലൊന്ന് വേവിക്കണം. ഈ മസാലയൊക്കെ അതിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് മുട്ട നല്ലോണം മസാലയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മസാലയൊക്കെ അതിൻ്റെ മുകളിലേക്ക് പതുക്കെ ആക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക ചെറിയ തീയിൽ. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി കുറച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് തണിഞ്ഞതിന് ശേഷം സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു മുട്ട റോസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.